പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. ഞാൻ ഇന്നലെ അഹമ്മദ് ബാബയെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ജയരാജ് കാടാമ്പുഴയിൽ നിന്ന് വിളിച്ചപ്പോൾ. ശ്രീ അഹമ്മദ് ബാബ, സുഖമായിരിക്കുന്നോ? നമസ്കാരം. നമസ്കാരം. ഞാനും തന്നെ താങ്കളെ ടി വിയിലെങ്കിലും ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ എന്താണെന്ന് ഏതായാലും ഇന്നലെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇല്ല. പിന്നെ നമ്മളെ അയൽവാസി കാടാമ്പുഴന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഒരു അയൽവാസി വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ കുട്ടികളെ കൊണ്ടുവരാൻ പോകാനുള്ളത് കൊണ്ട് അധികം അങ്ങനെ ഇതാക്കിയിട്ട് ഇതാവില്ല. ഏതായാലും സുഖമാണല്ലോ. ഈ വിഷയത്തില് അഭിപ്രായം പറഞ്ഞാല് ഞാനിപ്പോ ഈ പിന്നെ കാന്തപുരം അതുപോലെ അതിനോട് വരുന്ന ആളുകളോടൊന്നും ആശയപരമായിട്ടൊരു യോജിപ്പുള്ള ആളല്ല ഞാൻ. അതെന്റെ ആശയം വേറെയാണ്. ഇതിപ്പോ ഈ ആട്ടിൻകൂട്ടങ്ങളെ ചെന്നായ്ക്കള് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതൊരു അത്ഭുതം തന്നെയാണ്. ഇത് സംസ്ഥാന നേതൃത്വ BJPയുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾക്ക് ഇതിനകത്ത് കൈയുണ്ട്. എന്റെ ഒരൊറ്റ വാക്കിലുള്ള അഭിപ്രായം, ED ഏകദേശം കാന്തപുരത്തിന്റെ മർക്കസിന്റെ ആ വേലിക്കെട്ടിന്റെ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതൊന്നങ്ങോട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാന്തപുരം ചെയ്ത ഒരു പരിപാടിയാണിത്. അതല്ലാതെ ഇതില് വേറെ ഒരു ഇതുമില്ല. ഇപ്പൊ അടുത്താണ് ഒരാൾക്കൂട്ട വിചാരണ നടന്നത്, ജയ്സ്ര വിളിക്കാത്തത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം എന്തുകൊണ്ട് ഗുജറാത്തിലേക്കൊന്ന് പോയിട്ട് മോദിനെ ഗുജറാത്തിൽ പോയിട്ട് മറ്റേ യോഗി ആദിത്യനാഥിനോടൊന്ന് സംസാരിക്കാത്തത്? ഇവരെ എവിടെ സംരക്ഷിക്കാനാണ്? പിന്നെ അപ്പൊ ഇപ്പൊ കാന്തപുരം പറയേണ്ടി വരുമല്ലോ, അതൊക്കെ ഒരു ചക്ക മുറിക്കുമ്പോ ഒരു കുരു ഒക്കെ അറ്റുപോകുന്നു. ഇപ്പൊ വേറൊരു സംഭവം ഉണ്ട്, അതൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കാണ്. ഇതിനൊക്കെ പറ്റി പറയുമ്പോ വളരെയധികം സംസാരിക്കാനുണ്ട്. പക്ഷെ കാന്തപുരത്തിന്റെ ഈ നാടകം എന്തിനാന്നുള്ളത് ശരിക്കുള്ളവർക്കൊക്കെ മനസ്സിലാകും. പിന്നെ ഇപ്പൊ അതിനു മുന്നേ വേറൊരാള് വിളിച്ചു പറഞ്ഞു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ. ഈ ഹിന്ദി പറയാനും ഞങ്ങൾക്കൊക്കെ അറിയും, എനിക്കും അറിയും നന്നായിട്ട് ഹിന്ദി പറയാന്. 40-40 വർഷമായിട്ട് ഹിന്ദിയുടെ പരിചയമുണ്ട്. അപ്പൊ ഹിന്ദി ഒന്നും പറഞ്ഞിക്കാണ്ട് ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കണ്ട. അതൊക്കെ തെറ്റാണെന്നുള്ള അഭിപ്രായത്തിന് തന്നെ ഞാൻ വർഗീയമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി. ബാലകൃഷ്ണന്റെ സ്ഥിതി അതാണോന്നൊന്നും ഇപ്പൊ നമുക്ക് ഡയറക്റ്റായി അറിയില്ല. അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിലേക്ക് പോകുന്നതൊന്നും ശരിയല്ല. പക്ഷെ കാന്തപുരം ഈ നാടകം നടത്തിയത് കൊണ്ടൊന്നും ഇവിടെ ഇപ്പൊ ക്രിസ്തീയ സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, ഇവിടെ അതിൻ്റെതായ ഇവിടുത്തെ ഒരു മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ വേറൊരു പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഇവരെ എവിടെ സംരക്ഷിച്ചത്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ കൂടി ഈ ED ഇങ്ങനെ ഒന്ന് കറങ്ങണമുണ്ട്. അപ്പൊ ED ഒന്നാണ്ട് നീങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിത് എന്നല്ലാതെ ഇതിൽ നിന്ന് കാന്തപുരം കണ്ടമാന എതിർപ്പുകൾ നേരിടേണ്ടി വരും, കുറച്ചൊന്നായിരിക്കൂല. പിന്നെ പണം, അതാണ് ഇവരുടെ കയ്യിലുള്ളതൊക്കെ. അതേത് വിധത്തിൽ വന്നാലും പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ള ഒരു തത്വം തന്നെ. കാന്തപുരം ഈ നടത്തിയിട്ടുള്ള ഒരു നാടകമാണ്. ഇതിന്റെ പിന്നിൽ മറ്റുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ഇതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലും വിജയിക്കാനും പോകുന്നില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിനുള്ള ഒരു മറുപടി ഉണ്ടാകുമ്പോ എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അഭിപ്രായമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. അപ്പോൾ അജയ്കുമാർ കൂടി എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ അജയ്കുമാറുമായി സംസാരിച്ചിട്ടും കുറച്ച് ദിവസമായി എന്നാണ് ഞാൻ കുറെ കാലം മനു മിസ്സിംഗ് ആയിട്ട് തന്നെ കുറെ കാലമായി. ഞാനന്ന് കിരണിനടുത്ത് ചോദിച്ചു, മനു ഇനി ന്യൂസ് 18 ഇംഗ്ലീഷിലേക്ക് വല്ലതും പോയോ? ശിവശങ്കറിന്റെ ഒക്കെ പാർട്ണറായിട്ട് ഇനിയും ഞാൻ എന്നിട്ട് സ്ഥിരം കാണുന്ന ചാനലും അവിടെയും കണ്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചിരുന്നു ഞാൻ കിരണിന്റെ അടുത്ത്, അത് പറഞ്ഞില്ല, പുള്ളി ഇങ്ങനെ ഒരു ചെറിയ അവധിയിലാണെന്നും. ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂസ് 18 പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ 15-16 ഭാഷകളിലുള്ള ചാനൽ, പിന്നെ അതുപോലെ CNBC ആവാസ്, അതിലൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിൽ CNN ആയിക്കോട്ടെ, CNN ഹിന്ദി ആയിക്കോട്ടെ, ഉറുദു ചാനലായിക്കോട്ടെ. പിന്നെ എനിക്ക് അത്യാവശ്യം തമിഴ് അറിയുന്നതുകൊണ്ട് തമിഴിൽ തന്നെ ഞാൻ ന്യൂസ് 18 തമിഴിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അങ്ങനെ പല ഭാഷകളിൽ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ പല യാത്രകൾ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ ക്ലോസായി അവിടെ നിന്ന് അത് ഒബ്സർവ് ചെയ്യാനായി പറ്റി. അതൊക്കെ വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടിയ ഒരു അനുഭവം. എന്റെ ഫേവറേറ്റ് ചാനലാണ്. ഇംഗ്ലീഷില്ല, ഞാനത് സ്ഥിരം കാണുന്നതുമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ എന്താണ് ഇവിടെ വിവാദം? അതാണ് മനസ്സിലാക്കാത്തത്.
കേരളത്തിലെ ഒരു ആത്മീയാചാര്യൻ, ഒരു വിഭാഗത്തിന്റെ ഒരു ആത്മീയാചാര്യൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടതിൽ എന്തിനാണ് വിവാദമുണ്ടാക്കുന്നത്? അല്ല, കാണുക മാത്രമല്ല പ്രശംസിക്കുന്നു. നാട്ടിൽ ഈ BJP-യിൽ നിന്ന് വലിയ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് മറ്റു കക്ഷികളെല്ലാം അങ്ങനെ ഒറ്റ വാക്കിൽ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് കാന്തപുരം ഉസ്താദിനെ പോലെ വളരെ ജനസമ്മതനായ ഒരാൾ നേരെ തിരിച്ചു പറയുകയാണ്, ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, മറ്റ് സ്ഥലങ്ങളെക്കാൾ ഇവിടെ നല്ല രീതിയിൽ പോകുന്നു, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, ക്ഷേമം, ഇതൊക്കെ ആണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനമന്ത്രിയെ സമസ്തയുടെ പരിപാടിക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു വിവാദത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കൂലേ? ഒരു ആശയക്കുഴപ്പവുമില്ല. ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഇപ്പോഴും ഇവിടെ സംസാരിക്കുന്ന പലരിലും നിലനിൽക്കുന്ന ആശയക്കുഴപ്പം മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നിസ്സാരമായിട്ട് 1-2 കാര്യം ഞാൻ പറയും. നിസ്സാരമല്ല, സാരമായിട്ടുള്ളത്, ശ്രദ്ധിക്കാതെ പോകുന്നത്. ഏകദേശം 52 കോടി മുദ്രാ ലോൺ, 52 കോടി ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എമൗണ്ട് വേറെയാണ്. 52 കോടി ജനങ്ങൾക്ക് 15,000 തൊട്ട് 15 ലക്ഷം വരെയുള്ള മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? 4 കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അത് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? 60% തൊട്ട് 90% വരെ വിലക്കുറവിൽ വിൽക്കുന്ന 18,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടുന്ന് മുസ്ലിങ്ങൾ മരുന്ന് മേടിക്കുന്നില്ലേ? അല്ല, അതല്ലല്ലോ മരുന്ന് മേടിക്കുന്നതോ, ഇതെല്ലാം അവിടെ ചർച്ചാ വിഷയമാണ്. മരുന്ന് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നില്ല, സർക്കാർ അധികാരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്ന വിഷയമെല്ലാം അവരെ മതപരമായ ചില കാര്യങ്ങളിൽ അവർക്ക് നേരെ അക്രമം നടക്കുന്നു, ബീഫിന്റെ കാര്യം, അതൊക്കെയാണ് ഇവിടെ ആളുകൾ എഴുതുന്നത്. അതിലാണ് ഈ ചർച്ച. എഴുതാമല്ലോ. ഇപ്പൊ ഈ ഒരു പെട്ടെന്ന് എനിക്ക് ഇച്ചിരിയുടെ സമയം തരാൻ കുറെ കൂടെ ഒരു കാര്യം പറയാം. ഒരു ഏകദേശം 3-4 മാസത്തിന് മുമ്പ് 2 മധ്യവയസ്കരായ 2 ആൾക്കാർ എന്റെ വീട്ടിൽ വന്നു. എന്റെ വീടിന്റെ ഭൂമുഖത്ത് തന്നെ ദൃഷ്ടി ഗണപതിയുടെ ഒരു ഫോട്ടോ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വന്നവരുടെ കയ്യിൽ ഇരിക്കുന്നത് ബൈബിളാണ്. അവരുടെ കയ്യിൽ കുറെ ബൈബിൾ ഉണ്ട് താനും. അവര് എനിക്ക് ബൈബിൾ തരികയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണിത്? അല്ല, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ, ഇതാണ് നല്ലത് എന്ന് തന്നെയുമല്ല, എന്നോട് ആ ഗണപതി ഫോട്ടോ എടുത്ത് മാറ്റാനും പറയുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ അതിന്റെ സുഹൃത്തിനെ വിളിക്കാൻ പറയുകയും ചെയ്തു. എനിക്ക് തിരിയാണ് വന്നത്. അവര് കാശും മേടിച്ചുകൊണ്ട് ഈ ബൈബിൾ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാനോ പ്രചരണത്തിനോ വന്നവരാണ്. അല്ലാതെ അവർ നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കാൻ വന്നതല്ല. മറിച്ച് എന്റെ സ്ഥാനത്ത് കുറെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇയാളുടെ കരണക്കുറ്റി നോക്കി അവർക്ക് അടി കൊടുക്കും. പിന്നെ കേൾക്കുന്ന എന്താണ്? ചങ്ങനാശ്ശേരി പെരുന്നയിൽ ക്രിസ്ത്യാനിയെ വഴിയിലിട്ട് RS-കാരൻ തല്ലി, അല്ലെ ഹിന്ദു തല്ലി. ഇത്തരം ന്യൂസുകളാണ് നമ്മൾ ആൾ ഓവർ ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചൊറിഞ്ഞ് വഷളാക്കണ്ട. 3-ാം തവണയും ഇവർ അധികാരത്തിൽ വന്നു, 4-ാം തവണയും വരുമായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഭരണ സംവിധാനത്തോട് യോജിപ്പില്ലെങ്കിൽ വോട്ട് ചെയ്ത് പുറത്താക്കണം, അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിന്റെ കൂടെ പോകണം. അതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി. വ്യക്തമാണ്. നമ്മൾ ആ വിഷയം അതിന് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് സമയം കുറവുകളോ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് കൃഷ്ണകുമാർ 10:55 എന്നോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഈ പൊതുവേദിയിൽ കണക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് പൊതുവേദിയിൽ വിളിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പോൾ കൃഷ്ണകുമാറിനെ ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും കൃഷ്ണകുമാറിനോടും എൻ്റെ അഗൈതികമായ സ്നേഹവും ഒക്കെ ഞാൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു, വടകര ഇന്നലെ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, കൃഷ്ണൻകുട്ടി പറഞ്ഞതാണ് ശരി, ED പുറകെ ഉണ്ട് എന്ന് പറയുന്നു. തോമസ് ജോർജ് എന്നോട് പറയുന്നു കാന്തൻപുരം ഒരു സംഖ്യയാണ്. എന്തൊക്കെയാണ് തോമസ്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.